നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താന്യം ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ തെരുവുനായ ശല്യം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പുതിയ തലമുറയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഹോട്ടലിൽ ബിയർ കഴിക്കാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് മാനേജറെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആക്രമിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം. മാളാക്കുടൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. വാർത്തകൾ വിശദമായി. താന്യം ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ തെരുവുനായ ശല്യം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കിഴക്കേനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൗക്കത്തലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാമൻ നമ്പൂതിരി, എം കെ ചന്ദ്രൻ, ഹബീബുള്ള പി എം, കെ എൻ വേണുഗോപാൽ, അഡ്വക്കേറ്റ് റോയ് ആന്റണി, ഇ എം ബഷീർ, ഷാഫി കല്ലുങ്കടവ്, നിസാർ കുമ്മങ്കണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. മാധവൻ നായർ, അലി സഗീർ, സജീവൻ ഞാറ്റുവെട്ടി, ബെന്നി തട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, ഗോപാലകൃഷ്ണൻ, സൗമ്യ ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധിക്കുന്നതുൾപ്പെടെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യോഗം പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലെ ഇന്നും അക്രമകാരികളായിട്ടുള്ള ഈ നായകളെയും പട്ടികളെ പോലും പിടിക്കാൻ ഈ താന്യം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് പോലും അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. പുതിയ തലമുറയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഓണം മെഗാ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ജാതിയോ മതമോ പരിഗണനയോ രാഷ്ട്രീയമോ ഇല്ലെന്ന് പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന മരണത്തിന്റെ വ്യാപാരികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. 76 ദിവസങ്ങൾക്കുള്ളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 10,000-ലേറെ പേരെ അറസ്റ്റ് ചെയ്യുകയും 10,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ രാസലഹരി കടന്നുവരില്ല എന്നുള്ള നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകണം. ഇത്തവണ ഓണാഘോഷങ്ങൾക്ക് ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തി തൂഫാൻ ഓണമായി കൊണ്ടാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മന്ത്രി OJ ജനീഷ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രോഗ്രാം ചെയർപേഴ്സണുമായ സുഭാഷിണി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹോട്ടലിൽ ബിയർ കഴിക്കാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് മാനേജറെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആക്രമിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം. ഹോട്ടലിൽ ബിയർ കഴിക്കാൻ സമ്മതിച്ചില്ല. മാനേജറെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആക്രമിച്ച് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സംഘം. ഭക്ഷണത്തിനൊപ്പം ബിയർ കുടിക്കാൻ സമ്മതിക്കാത്ത റെസ്റ്റോറന്റ് മാനേജർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അത്താണി കെൽട്ടോണിന് സമീപം അനീഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള അൽമിയ റെസ്റ്റോറന്റിലാണ് സംഭവം നടന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയുമാണ് ബിയർ കൊണ്ട് ആദ്യം റെസ്റ്റോറന്റിൽ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തത്. ഇവിടെ ഇരുന്ന് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന കർശന താക്കീത് മാനേജർ നൽകിയെങ്കിലും ഇവർ ഭക്ഷണം ഓർഡർ ചെയ്ത് കുറച്ചു സമയം കഴിഞ്ഞ് മേശയ്ക്ക് മുകളിൽ ബിയർ കുപ്പികൾ വെച്ച് തുറന്നു കഴിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ഇത് കണ്ട മാനേജർ തടയുകയും ഇതിനെ തുടർന്ന് ഇവർ പ്രകോപിതരാവുകയുമായിരുന്നുവെന്ന് മാനേജർ പറയുന്നു. ഇവയുടെ മൊബൈൽ വാങ്ങിവെച്ചതായി അപ്പോൾ തന്നെ വിഷയം പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതായി പറയുന്നു. എന്നാൽ സംഭവം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം 8ഓളം പേരുമായി ഹോട്ടലിലെത്തിയ ഇവർ മാനേജർ തലശ്ശേരി സ്വദേശി സതീഷിനെ മൂർച്ചയുള്ള ബ്ലേഡ് പോലെ ഏതോ ഉപകരണം കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ ഇയാളുടെ വലതു കൈയിൽ മുറിവേൽക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മാളാക്കുടൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു.
കടയും സാധനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. കൂഴൂർ സ്വദേശി മോനാച്ചേരി പോളിയുടെ കടയാണ് ശനിയാഴ്ച പുലർച്ചെ കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഓണത്തിന് ഇറക്കിയ മുഴുവൻ പച്ചക്കറി സ്റ്റോക്കും കത്തിനശിച്ചു. കഞ്ചാവ് പിടികൂടുന്നതിനിടയിൽ പോലീസിനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. ചങ്ങരക്കുളം സ്വദേശി അജ്മലിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2 മാസം മുൻപ് അക്കിക്കാവിൽ വെച്ച് കാറിൽ കടത്തുകയായിരുന്ന 38 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടികൂടുകയായിരുന്നു. പരിശോധനയ്ക്കിടയിലാണ് പോലീസ് സംഘത്തെ പ്രതികൾ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പിടിയിലായ അജ്മൽ 10ഓളം ക്രിമിനൽ കേസുകളിലും 4 മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മണ്ണുത്തി മുളയത്ത് കിടക്ക് കമ്പനികൾ കത്തിനശിച്ചു. മുളയം സ്വദേശി ലെബിൻ, ഭാര്യ നിമി എന്നിവരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത്. KT തോമസ്, കൊള്ളന്നൂർ മെറ്റേഴ്സ്, അലൈൻ പ്രൊഡക്ട്സ് എന്ന സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ആയിരുന്നു തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് പിന്നിൽ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2 കമ്പനികളും പൂർണ്ണമായും കത്തിനശിച്ചു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കിടക്കകളും യന്ത്രങ്ങളും കത്തിനശിച്ചു. 8 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്തയ്ക്ക് തുടക്കമായി. ആഗസ്റ്റ് 22 മുതൽ 25 വരെ കൃഷിഭവന് മുന്നിലാണ് കർഷക ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, ഷീബ സതീഷ്, കൃഷി ഓഫീസർ MS സബീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VC വിനോദ്, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ TM ഷിനോജ്, മാജി അഗസ്റ്റിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, ഹരിതം എക്കോ ഷോപ്പ് ഭാരവാഹികൾ, കർഷകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ന്യായമായൊരു വിലയ്ക്ക് തന്നെ നമ്മളിവിടെ കൊടുക്കും. അവർക്ക് വില നല്ല വിലയ്ക്ക് കൊടുക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വില കുറച്ചും കൊണ്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഇവർക്കിപ്പോൾ നമ്മുടെ കയറ വില എത്ര 80 വിലയിൽ നിന്ന് ഇവരെടുക്കുന്നുണ്ടെങ്കിലും ഗുണഭോക്താവിൻ്റെ അതിന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഇവർ 60 രൂപയോളം 30% അല്ലേ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ക്ഷേമോദയം LP സ്കൂളിൽ നടന്ന ഓണാഘോഷം സിനിമാ സംവിധായകൻ KB മധു ഉദ്ഘാടനം ചെയ്തു. മധുരകം ബ്ലോക്ക് പ്രസിഡന്റ് R വിശ്വനാഥൻ, KU സുബ്രഹ്മണ്യൻ, VK അശോകൻ, KB ബീന, MD സന്തോഷ്, NB മിനി എന്നിവർ സംസാരിച്ചു. അന്തരിച്ച ഗായിക S ജാനകിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി അനുസ്മരണം നടന്നു. ഓണപ്പൂക്കളം, ഓണക്കളി, വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു. ഇതിനാളില്ലേ ഞങ്ങളുടെ സ്വർഗത്തിൽ ഒരു മനുഷ്യനുണ്ട്. ഓണിവാക്കറിനാണെങ്കിൽ അന്ന് കോഴിക്കോടാണെങ്കിൽ മലപ്പുറത്തുനിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് എല്ലാ ഷോപ്പ് ഫുള്ളാണ്. ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. സർക്കാർ നല്ല ഫിലിമാണ്. SNDP യോഗം കയ്പമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഗുരുദേവ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പഞ്ചലോഹ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഗുരുദേവ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുദേവ മന്ദിരം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PV സുദീപ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി മുതിർന്ന ഭാരവാഹികളെ ആദരിച്ചു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, മന്ദിര നിർമ്മാണ കമ്മിറ്റി കൺവീനർ PG രാജീവ്, ശാഖാ പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞിരപ്പറമ്പിൽ, ഗ്രാമദീപം വായനശാല പ്രസിഡന്റ് CJ പോൾസൺ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, വാർഡ് മെമ്പർ KK പവിത്രൻ, മൈക്രോ ഫൈനാൻസ് കോർഡിനേറ്റർ നരേന്ദ്രൻ തയ്യൽ, യൂണിയൻ കൗൺസിലർ PB ബിനോയ്, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ശ്രീജ മൗസ്മി, കുളങ്ങര ക്ഷേത്രം പ്രസിഡന്റ് രാമാത്മജൻ കുളങ്ങര, പ്രഭാശങ്കർ, വനിതാ സംഘം പ്രസിഡന്റ് ലതാ രാമചന്ദ്രൻ, സെക്രട്ടറി മാലിന്യ ജയപ്രകാശ്, ശാഖാ സെക്രട്ടറി വനജ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പരസ്പര സഹായനിധി ഭാരവാഹികൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഭാവന സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങളും ഡൈനാമിക് ക്രിയേറ്റീവ്സിന്റെ ഗാനമേളയും അരങ്ങേറി. ഒരിടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, വിഷമിക്കേണ്ട. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. ഫിഷറീസ് വകുപ്പിന്റെയും ജില്ലാ മത്സ്യത്തൊഴിലാളി സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷവും കേരള മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രതിസന്ധികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സിംപോസിയവും സംഘടിപ്പിച്ചു.
കയ്പമംഗലം ഫിഷർമാൻ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ KV സുഗന്ധകുമാരി ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഫിഷർമാൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് RR രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ഹേമ, ഫിഷറീസ് AR ദിലീപ് കുമാർ, FDOമാരായ പ്രദീപ് കുമാർ, സന്തോഷ് കുമാർ, സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ MC രഘു, സംഘം സെക്രട്ടറിമാരായ PN ബീന, KB സഹാത്മജൻ, റിയാഡ് മത്സ്യത്തൊഴിലാളി സംഘം പ്രസിഡന്റ് ദാസൻ, AV വാട്സൺ തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയത ആരോപിച്ച് മുസ്ലിം ലീഗിന് നേരെ കുതിര കയറാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആസൂത്രിത ശ്രമം മതേതര കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ അവകാശത്തിൽ പോരാട്ട പദവിയിൽ സംഘടിക്കാൻ കരുത്തരാവും എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായി കൂരിക്കുഴി ശാഖാ കമ്മിറ്റി നടത്തിയ സമാഗമം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗും SNDP സംഘടനയും കഴിഞ്ഞ കാലങ്ങളിൽ ഊഷ്മളമായ ബന്ധം നിലനിർത്തിയാണ് കൈകോർത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വസമുദായമായ ശ്രീനാരായണയിൽ നിന്ന് ഒറ്റപ്പെട്ട് തുടങ്ങിയ വെള്ളാപ്പള്ളിയുടെ അതിജീവൻ രാഷ്ട്രീയമാണ് വർഗീയത നിറഞ്ഞ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK അഫ്സൽ വിഷയാവതരണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ, കൈമലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു, പഞ്ചായത്ത് ഭാരവാഹികളായ TK അലി, MA സക്കീർ, വാർഡ് മെമ്പർമാരായ നസീമ പുതിയ വീട്ടിൽ, നഹീദ സലീം, കുജേറ, KMCC PA ഹുസൈൻ, നേതാക്കളായ KA പുരുഷോത്തമൻ, TA മൻസൂർ, MV അബ്ദുൽ സലാം, റസിയ നാസർ, PK ഉമർ, MK റഷീദ്, TM അബ്ദുൽ ഗഫൂർ, TK സിദ്ദിഖ്, KM അബ്ദുൽ കരീം മൗലവി, ശാഖാ ജനറൽ സെക്രട്ടറി MB രാഹുൽ ഹാമിദ്, ട്രഷറർ CK റഷീദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗിന്റെ പഴയകാല സജീവ പ്രവർത്തകരെ സമാഗമം ആദരിച്ചു. തുടർന്ന് പഴയ തലമുറയും പുതിയ തലമുറയും കൂരിക്കുഴിയിലെ മുസ്ലിം ലീഗിന്റെ നാൾവഴികൾ മുഖാമുഖം നടത്തി. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മഹാബലിയുടെ എഴുന്നള്ളത്ത്, പുലിക്കളി, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഓണാഘോഷ റാലി ഏറെ ശ്രദ്ധേയമായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VJ പ്രസിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു ജോസ്, പഞ്ചായത്ത് അംഗം ബിജു അഡേഴത്ത്, SMC ചെയർമാൻ PP രാജേഷ്, MPTA പ്രസിഡന്റ് പ്രജിത പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് എല്ലാവരും ഒരുമിച്ച് ഓണസദ്യയും ആസ്വദിച്ചു. മഹാലക്ഷ്മി എന്റർപ്രൈസസ് ഗോൾഡ് ലോൺ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കസ്റ്റമേഴ്സിനുള്ള സമ്മാന വിതരണവും നടത്തി. കൊല്ലാറ ഓഫീസ് അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി കണ്ണങ്കിലത്ത് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപന ഉടമ രമേശ് ബാലൻ സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് റീജ രമേശ് നന്ദി പറഞ്ഞു. തുടർന്ന് വിപുലമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. സ്റ്റാഫ് അംഗങ്ങളായ സുഗന്ധി, ഫസീല തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 100ഓളം പേരാണ് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണാഘോഷത്തിലാണ് എന്നെ സംബന്ധിച്ച് ഞാൻ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 ഓണാഘോഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു ഓണാഘോഷം എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നതും പ്രശംസനീയമാണ്. അതിന് നേതൃത്വം നൽകിയ ഇതിൻ്റെ സാരഥി രമേശ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെയുള്ള അവരുടെ സ്റ്റാഫുകളും അതുപോലെ അവരുടെ ക്ലയൻസിൻ്റെ ഒക്കെ ഒരു താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കും ഇത്തരം ഒരു പരിപാടി ഓർഗനൈസിങ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടും സന്തോഷം തന്നെയാണ് ആ ഒരു പ്രവൃത്തി ചെയ്തതിൽ നിന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ 17 ബ്ലോക്ക് സ്പോട്ടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കരാർ കമ്പനിയുടെ നന്ദിക്കരയിലെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിച്ചു. പ്ലാന്റിൽ നിന്നും മെറ്റലും സിമന്റും മിക്സ് ചെയ്ത് കയറ്റി വരുന്ന കൂറ്റൻ വാഹനങ്ങളിൽ നിന്ന് ചെളിയും മെറ്റലും നിറഞ്ഞ് വാഹനങ്ങൾ തെന്നി വീഴുകയും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുമാണ് ഇതിനു പുറമെ പ്രദേശമാകെ സർവീസ് റോഡിൽ പൊടി നിറഞ്ഞ് യാതൊന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട്. സിമന്റും മെറ്റലും മിക്സ് ചെയ്യുന്ന മലിനജലം ശുദ്ധീകരിക്കാതെ സമീപത്തെ പാടത്തേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ പറഞ്ഞു. പൊടിശല്യം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കമ്പനിക്ക് നോട്ടീസ് നൽകിയിട്ടും മറുപടി ഉണ്ടായില്ല. വാർഡ് മെമ്പർമാരായ KS ജോൺസൺ, KU വേലായുധൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് പ്ലാന്റ് ഉപരോധിച്ചത്. തുടർന്ന് കമ്പനി മാനേജർ നാട്ടുകാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. സർവീസ് റോഡ് ക്ലീനിങ്ങിന് സ്ഥിരം ജോലിക്കാരെ ചുമതലപ്പെടുത്തുമെന്നും സ്ഥിരമായി വെള്ളം പമ്പ് ചെയ്ത് പൊടിശല്യം ഒഴിവാക്കുമെന്നും അറിയിച്ചു. പ്ലാന്റിനുള്ളിൽ വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന റോഡുകൾ
ചെളി വരാതിരിക്കാൻ ടാറിംഗ് നടത്താമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. പ്രദേശവാസികളായ ബാബു ആളോത്ത്, VV നാരായണൻകുട്ടി, PL ബേബി, മുൻ മെമ്പർ VS വേണു, PD വർഗീസ്, സുരേഷ് മേനോൻ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. കോവിഡ് കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ കെഡാവർ ബാഗ് വാങ്ങിയതിൽ നടന്ന കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിന് NRHM ഫണ്ട് വഴി ലഭിച്ച 8,19,00,000 രൂപയിൽ മെഡിക്കൽ കോളേജ് സഹകരണ സംഘവും മെഡിക്കൽ കോളേജ് HDSഉം ചേർന്ന് വൻ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇവർ നടത്തിയ ഇടപാടുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം നടത്തില്ല. തുടർന്ന് വീണ്ടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടത്തുവാൻ വിജിലൻസ് തീരുമാനിച്ചതെന്ന് മുൻ MLA അനിൽ അക്കര പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദവികളുടെ പ്രഖ്യാപനവും വായ്പാ വിതരണ മേളയും തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി തുളസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതികളുടെ പ്രഖ്യാപനവും വായ്പാ വിതരണവും നടത്തി. ശുചീകരണ തൊഴിലാളികൾക്കും ആശ്രിതർക്കുമായി പുതിയ വായ്പാ പദ്ധതി ആരംഭിക്കുമെന്നും വായ്പാ കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി മേഖലാ അദാലത്തുകൾ സംഘടിപ്പിക്കുകയാണെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പ്രവർത്തന ശൃംഖല വിപുലീകരിക്കാനായി 3 പുതിയ സബ് ഓഫീസും 2 മൈക്രോ ഓഫീസുകളും സ്ഥാപിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഇന്ദിരാജ്യോതി പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുതിർന്ന പൗരന്മാർക്കായി KSRTC ബസ്സുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ അവർക്ക് തന്നെ കൃത്യമായി ഇരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന നിർദ്ദേശം എല്ലാ കണ്ടക്ടർമാർക്കും നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം P. ഗീത. മുതിർന്ന അംഗങ്ങൾക്കുള്ള സീറ്റുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ബസ്സിനുള്ളിൽ വ്യക്തമായി രേഖപ്പെടുത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് 100 രൂപ പിഴ ഈടാക്കുന്നതാണ് എന്ന വിവരം ബസ്സിനുള്ളിൽ വ്യക്തമായി എഴുതി പ്രദർശിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. രോഗബാധിതരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുമായ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് നിഷേധിക്കുകയാണെന്നും ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് കണ്ടക്ടർമാർ നിസ്സംഗത പാലിക്കാറുണ്ടെന്ന് കാണിച്ച് മുതിർന്ന പൗരനായ ജോസഫ് കാർഡോ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. എല്ലാ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പുകളിലും 20% സീറ്റുകളും ഓൺലൈൻ റിസർവേഷൻ ഇല്ലാത്ത ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലേക്കുള്ള സീറ്റുകളിൽ 2% സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട്. KSRTC ചീഫ് ഓഫീസർ കമ്മീഷനെ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കാവിൽക്കടവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഫ്ളാറ്റ് അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട 3 കുടുംബങ്ങൾക്ക് കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതമ്പൻ താക്കോൽ കൈമാറ്റം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രൊഫസർ AK രാധാകൃഷ്ണൻ, PM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ കുന്നംകുളം നിയോജക മണ്ഡലം തല ലഹരി വിമുക്തി സമിതി യോഗം ചേർന്നു. ഓണക്കാലത്തോടനുബന്ധിച്ച് വ്യാജമദ്യം, അനധികൃത മദ്യവിൽപ്പന എന്നിവ തടയാൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിരീക്ഷണവും പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ തീരുമാനമായി. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ അധ്യക്ഷൻ സൗമ്യ അനിലൻ, ചൊവ്വല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G. രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്തൻ, വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ മനോജ്, MS, എക്സൈസ് ഓഫീസർ മുബാറക് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താന്യം ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ തെരുവുനായ ശല്യം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പുതിയ തലമുറയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഹോട്ടലിൽ ബിയർ കഴിക്കാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് മാനേജറെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആക്രമിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം. മാളാക്കൂടൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.